അസ്സലാമലൈക്കും. മിൽക്ക് പത്തിരി കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലപോലെ ഒന്ന് അരിച്ചു മാറ്റി ഒരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. അരിച്ചു മാറ്റി വെച്ച ഈ പൊടിയിലേക്കായിട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ പകുതി വെള്ളം ഞാൻ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കും. ബാക്കി വെള്ളം ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ ഇത് നന്നായി കലക്കിയെടുക്കുക. ഇതാണ് ഇതിന്റെ പാകം. ഈ മാവിനെ ചെറിയ ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കനമില്ലാതെ പരത്തി കൊടുക്കുക. ഈ മാവ് തീരുന്നത് വരെ ഇങ്ങനെ കനമില്ലാതെ ചെറിയ ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കുക. ദോശ ചുട്ട് കഴിഞ്ഞാൽ ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട, ഒരു തരി ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര, 4 ഏലക്കായ, 1 കപ്പ് പാല്, ഇതും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഈ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി കലക്കി യോജിപ്പിക്കുക. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശകലം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. മുന്തിരി വീർത്ത് വന്നാൽ ഇത് കോരി മാറ്റുക. ഈ പാൽപത്തിരി ഉണ്ടാക്കുന്നത് ചെറിയൊരു കുക്കറിൽ വെച്ചാണ്. അതിനു വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുക്കറിന്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ കോഴിമുട്ട പാല് ഒക്കെ കൂടെ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അതിൽ നിന്നും 1-2 തവി കുക്കറിന്റെ അടിയിലായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ദോശ ഉണ്ടല്ലോ, അത് കലക്കി വെച്ച മുട്ടപ്പാല് മിശ്രിതത്തിൽ മുക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. വീണ്ടും മുട്ടപ്പാല് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലായിട്ട് ദോശ വെച്ചു കൊടുക്കുക. അവസാനമായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. കുക്കർ അടച്ചു വെക്കുക. ഇതിന് മുകളിലായിട്ട് ഉള്ള വെയിറ്റ് ഉണ്ടല്ലോ, അത് ഊരി മാറ്റുക. ഇത് നേരിട്ട് സ്റ്റൗവിൽ വെച്ചു കൊടുക്കല്ല കേട്ടോ. ഇതിന്റെ അടിയിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ കുക്കർ വെക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. 20 മിനിറ്റിന് ശേഷം കുക്കർ തുറന്നിട്ട് ഇത് ഞാൻ നേരെ ഒരു പാനിലേക്കാണ് മാറ്റിയത്. ആ ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ നല്ലൊരു മിൽക്ക് പത്തിരി റെഡി ആയി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.